ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അപർണ വിദ്യാധരൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരുപാട് സ്പെഷ്യലാണ്. ഐ ഗെസ് നമ്മൾ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഒരു വ്ളോഗായിട്ട് ഞാൻ വരുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം റിസപ്ഷൻ്റെ വ്ളോഗാണ്. കുറച്ച് ലേറ്റായി പോയി, വേറെ ഒന്നുമല്ല, ഫങ്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നമുക്കൊരൊന്ന് പയ്യപ്പീല് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേസ്, നമ്മുടെ റിസപ്ഷൻ നടന്നത് അളകാപുരി ഓഡിറ്റോറിയം എടപ്പഴിഞ്ഞിയിലാണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ഞാനും അപ്പവും റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് നൈസായിട്ട് സ്റ്റേജിൽ വന്ന് നിന്നു. ഞങ്ങൾക്ക് വേറെ ഒരു പ്രിപ്പറേഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. നാച്ചുറലി എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അത് മാത്രമല്ല, ഞാൻ വേറെ കുറച്ച് ന്യൂസ് കേട്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്കൊക്കെ അങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടുമോ അന്ന് ഉള്ള ഒരു മൊമെൻറ്റ്സ് ആണ് പിന്നെ അങ്ങനെ നടന്നത്. യെസ്, എൻ്റെ ലൈഫിലോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ വലിയ ആർട്ടിസ്റ്റ്, കുറേ വലിയ ആൾക്കാരെയൊക്കെ എനിക്ക് കാണാൻ പറ്റി. യെസ്, എൻ്റെ റിസപ്ഷൻ സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി റിസപ്ഷനായിട്ടാണ് പിന്നെ അതങ്ങ് മാറിയത്. സോ ആദ്യം ഞങ്ങൾ സ്റ്റേജിൽ വന്നപ്പോൾ വളരെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആക്ച്വലി ഈ ഒരു വ്ളോഗ് മുന്നോട്ട് പോയി കഴിയുമ്പം ക്രൗഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ റിസപ്ഷൻ ഞാൻ ഓർത്തത് ഓക്കെ ഇന്ന് ഇത്ര പേരുടെ ആണെന്നാണ്. പക്ഷെ ആ ഹാൾ മൊത്തം നിറഞ്ഞ് ഇച്ചിരി ആൾക്ക് പോലും നടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഹാളായി പിന്നെ അതങ്ങ് മാറി. ഓക്കെ, ആൻഡ് എനിക്ക് കുറേ സർപ്രൈസസ് കിട്ടി. എൻ്റെ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ എനിക്കെല്ലാം സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. സോ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് വന്ന എൻ്റെ റിലേറ്റീവ്സിനെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നീട് ഞാൻ കണ്ടത് ബിജു രമേശ് സാർ വന്നതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അപ്പൂൻ്റെ അച്ഛനും ബിജു രമേശ് സാറും തമ്മിൽ കൊച്ചിലെ തൊട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ റിസപ്ഷന് സാറും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ മേക്കപ്പ് ചെയ്ത് വന്നിട്ട് എന്താ പറയുക, ഞാൻ എൻ്റെ പേരൻസിനെ ശരിക്കും കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ഹായ് ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ വന്നപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ സ്റ്റേജിൽ കയറി വന്നത്. ഞാൻ അപ്പോഴാണ് അവർ കാണുന്നത്. വന്നതേ അമ്മ എന്നെ എന്തോ വഴക്കാണ് പറഞ്ഞത്, എന്തോ ശരിയായില്ല എന്നെന്തോ പറഞ്ഞു. എനിവേസ്, പിന്നെ എന്താ പറയണേ, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അമ്മയെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ വെഡിങ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞായിരുന്നു റിസപ്ഷൻ. സോ എനിക്ക് ഇവരെ എങ്ങനെയും ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് ഞാനും ഇരുന്നത്. ഇവരെ മാത്രമല്ല, നാട്ടിൽ നിന്ന് വന്ന എല്ലാവരും. കാരണം റിസപ്ഷൻ ആണല്ലോ ലാസ്റ്റ് പരിപാടി. സോ അതുകൊണ്ട് ഞാൻ ഒരു ക്വൈറ്റ് എക്സൈറ്റഡ് ആയിരുന്നു ഇതിനു വേണ്ടി. നിങ്ങൾ ഓർക്കുമ്പോൾ എന്താണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഞാൻ വ്ളോഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, റിസപ്ഷൻ്റെയും എൻ്റെ വ്ളോഗ് ആരാ എടുക്കുന്നത്? കാരണം വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ 1-2 ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമോ ഇതൊക്കെ തന്നെയായിരുന്നു ഞാനും അപ്പവും കൂടെ സംസാരിച്ചിട്ടോ. പിന്നെ വന്നത് എല്ലാം അപ്പൂൻ്റെ റിലേറ്റീവ്സ് ആണ് മെജോറിറ്റി. ബിക്കോസ് എനിക്ക് ആരെയും പരിചയമില്ല. കല്യാണത്തിന് ഇവരെല്ലാവർക്കും വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ റിസപ്ഷനാണ് ഇവിടുത്തെ എല്ലാവരും വന്നത്. പിന്നെ വന്നത് രാജീവൻ സാറും അപർണ രാജീവും ആണ്. അതായത് നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ മോനും കൊച്ചുമോളും ആണ് വന്നേക്കുന്നത്. സോ അവർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസപ്ഷന്. പിന്നെ ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു, പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരുടെ. അത് ലീഡ് ചെയ്തത് കുഞ്ഞുമോൻ സാറായിരുന്നു. അച്ഛൻ്റെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആൻഡ് ബാക്കിലൊരു വലിയ ഓർക്കസ്ട്ര ടീം തന്നെയുണ്ട്. അത് നമ്മുടെ റിയാലിറ്റി ഷോസിലൊക്കെ പെർഫോം ചെയ്യുന്നവരാണ്. അത്ര വലിയ ആർട്ടിസ്റ്റാണ്. ഞാനിവരൊക്കെ ആദ്യമായിട്ട് കാണുന്നത് റിയാലിറ്റി ഷോസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ അവർ ലൈവായിട്ട് നമ്മുടെ റിസപ്ഷന് വായിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ തോന്നിയത്. ഇവിടെ പെർഫോം ചെയ്ത എല്ലാവരും അച്ഛനുമായിട്ട് വളരെയധികം വർഷങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാണ്. അപ്പൂൻ്റെ അച്ഛൻ ഈ ഫീൽഡിൽ വന്നിട്ട് 40+ ഇയേഴ്സായി. സോ ഈ 40+ ഇയേഴ്സിൽ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്തുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക മ്യൂസിക് ഗ്രൂപ്പിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അച്ഛൻ ട്രിവാൻഡ്രം മ്യൂസിക് ഫ്രട്ടേണിറ്റിയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അതിലുള്ള വലിയ ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 94.3 ക്ലബ് FM ടൺ കണക്കിന് ഫൺ. യെസ്, ക്ലബ് FMലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ക്ലബ് FM 94.3 ബിക്കോസ് അപ്പോൾ അവിടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാഹി മച്ചാൻ, രാജേഷ് ചേട്ടൻ, അനുരാജ് ചേട്ടൻ, ആമി ചേച്ചി, അനിൽ ചേട്ടൻ, എനിക്കിവരെയൊക്കെ കേട്ട് പരിചയമുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ
ജി വേണുഗോപാൽ സാർ, അരവിന്ദ് വേണുഗോപാൽ സാർ, എം ജയചന്ദ്രൻ സാർ, ശ്രീകുമാരൻ തമ്പി സാർ, രാജസേനൻ സാർ, കല്ലറ ഗോപൻ സാർ, പ്രീത മാം, അരുന്ധതി ടീച്ചർ, കാവാലം ശ്രീകുമാർ സാർ, അങ്ങനെ ലിസ്റ്റ് പറഞ്ഞു തുടങ്ങിയാൽ ഇതിവിടെ നിൽക്കത്തില്ല, അത്രയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒരു പാട്ട് പാടണം, ആ പാട്ട് ഞാൻ തന്നെ വായിക്കും എന്ന് മോൻ എന്നോട് പറഞ്ഞപ്പോൾ മോൻ വായിക്കാൻ വന്നിരിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തതെല്ലാം പാട്ടുമേളയിലെ പാട്ടുകാരാണ്, അവരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഒരു പഴയ ഗാനം ആലപിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ KS ചിത്ര മാം, സുജാത മാം, ശരത് സർ, ഇവർക്കൊന്നും കല്യാണത്തിന് വരാനോ പറ്റിയില്ല. പക്ഷേ അവർ വിഷ്വൽസ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്ലെസ്സിങ്സ് ആയിട്ട്. പിന്നെ ഒട്ടും ലൈഫിൽ എന്താ പറയുക, നമ്മളൊന്നും അങ്ങനെ സ്വപ്നത്തിൽ പോലും ഒന്നും, എൻ്റെ സ്വപ്നത്തിൽ എന്തായാലും ഇല്ലാണ്ടിരുന്ന ഒരു ബ്ലെസ്സിങ്, ഒരു വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അത് രാജസേനൻ സാർ തന്നെ പറയും. മോഹൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് ദാസേട്ടനുള്ള സ്ഥലത്തേക്ക് ശബ്ദമിട്ടു. ഉടനെ തന്നെ അദ്ദേഹം മോഹൻ്റെ മകന് വേണ്ടി ഒരു സന്ദേശം അയച്ചു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ പിന്നീട് ചിത്ര, സുജാത, ശരത്ത്, അങ്ങനെ പലരും. നമുക്ക് ദാസേട്ടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. സമയമാണ് ഒരു മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും. അത് അങ്ങേയറ്റം സമ്പൂർണമാകാൻ വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന സംഗീതം വഴിയാണ്. സരസ്വതി അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ശ്രുതി ചേർന്ന് അവരുടെ ജീവിതത്തിൽ താളവും ശ്രുതിയും എല്ലാം ഒത്തൊരുമിച്ച് ചേർന്ന് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം നല്ലത് വരട്ടെ. ജഗദീശ്വരൻ നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അന്ന് അതിനോട് സംബന്ധിച്ച് കല്യാണം, വിവാഹ സമയത്ത് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി മംഗളമായി നടക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ പ്രേയേഴ്സും ബെസ്റ്റ് വിഷസും മോനെ അറിയിക്കുകയാണ്. മോനും അപർണയ്ക്കും എല്ലാ സന്തോഷവും ദീർഘായുസ്സും എല്ലാ ആരോഗ്യവും സമ്പൽ സമൃദ്ധി എല്ലാം ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ആയത് ഒരു ചെലവ് നല്ലത് തന്നെയാണ്. അപ്പൊ എല്ലാം നന്മയും ഉണ്ടാവട്ടെ. അഴിച്ചു പൊളിക്കുക രണ്ടുപേരും കേട്ടോ. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാർ വന്നു. അതൊന്നും ഞാൻ ലൈഫിൽ എന്താ പറയുക, ഒരിക്കലും നമ്മുടെ ഒന്ന് വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇങ്ങനൊരു സംഭവമില്ല. സുരേഷ് ഗോപി സാറ് വന്നു, ഇത്രയും എല്ലാവരും വന്നതും പിന്നെ സുരേഷ് ഗോപി സാറൊക്കെ വന്നു. അപ്പോൾ അന്ന് സാറ് ഇലക്ഷൻ്റെ തിരക്കിലായിരുന്നു, പക്ഷെ എന്നാലും വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എങ്ങനെ വരാതിരിക്കും, മോൻ്റെ കല്യാണം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഓ മൈ ഗോഡ്, ലൈക്ക് സീരിയസ്ലി സുരേഷ് ഗോപി സാറാണോ എൻ്റെ ഫ്രണ്ടിലിങ്ങനെ നിന്ന് നമ്മളോടിങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാനിങ്ങനെ ഞെട്ടി തന്നെ നിൽക്കുക. എനിക്ക് ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല ആ സമയത്ത്. ഈ ഇതൊക്കെ എന്തായി നടക്കുന്നത്, ശരിക്കും ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിലിങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ വൈഫും വളരെ നല്ല രീതിയിൽ തന്നെ ഭയങ്കര സ്വീറ്റാട്ടോ, ഭയങ്കര സ്വീറ്റ്. ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ ഭയങ്കര സ്വീറ്റാണ്. അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക, സുരേഷ് ഗോപി സാറ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും സാറിന് ചുറ്റുമായിരുന്നു. ഞങ്ങളെ നല്ല രീതിയിൽ ബ്ലെസ് ഒക്കെ ചെയ്തിട്ടാണ് സാറ് പോയത്. പിന്നെ സാറ് പോയി സ്റ്റേജിൽ നിന്ന് പോയി താഴെ ഇരുന്നപ്പോൾ ഒരു വലിയ ക്രൗഡായിരുന്നു. പിന്നെ സാറിൻ്റെ ചുറ്റും എല്ലാവരും സുരേഷ് ഗോപി സാറ് വന്നെന്നും പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു.
അപ്പു ക്ലബ് എഫ് എമ്മിൽ കയറുന്നതിന് മുന്നേ സീരിയൽ ഫീൽഡിൽ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അപ്പുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ്, ഞാൻ എന്താ പറയുക, ഓരോരോ സർപ്രൈസസുകൾ ഇങ്ങനെ കിട്ടി ഞാനിങ്ങനെ ഞെട്ടി ഒന്നും ഞാൻ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ റിസപ്ഷൻ കംപ്ലീറ്റ്ലി ഞാൻ ഏതോ ഒരു ഫെയറി ടെയിൽ പോലത്തെ ഒരു ലോകത്തായിരുന്നു. എല്ലാവരും ഇങ്ങനെ വരുന്നു, ഇത്രയും ക്രൗഡ് കാണുന്നു, എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. എല്ലാവർക്കും ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. എനിവേസ്, പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ എന്താ പറയുക, ഞാനും അപ്പോൾ ഒന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എല്ലാവരും ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നീങ്ങി. അപ്പോഴാണ് നമ്മുടെ കസിൻസ്, അതായത് അപ്പൂൻ്റെ കസിൻസ് ആയിട്ടുള്ള മേഘ ആൻഡ് പ്രസീദ് ലാൽ, നമ്മുടെ ചക്കിയും ഉണ്ണിക്കുട്ടൻ്റെയും ഒരു എന്താ പറയുക പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കിതൊരു സർപ്രൈസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇവർ പാട്ട് പാടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, മ്യൂസിക് റിലേറ്റഡ് ബന്ധമുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം. ഓക്കെ, അപ്പോൾ ചക്കി അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് പാടി. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു അപ്പും പാട്ട് പാടാൻ വേണ്ടി അവിടെ പ്രിപ്പയർ ചെയ്തിങ്ങനെ ഇരിക്കുവായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വകയൊരു സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഇല്ലാതെ എന്ത് ഇതല്ലേ. ഞങ്ങൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തിനുള്ളിൽ എന്നെക്കൊണ്ട് കഷ്ടപ്പെട്ട് എന്താ പറയണ്ടേ, ഇവരെല്ലാവരും കൂടെ ഡാൻസ് പഠിപ്പിച്ച് നമ്മളൊരു അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെലിബ്രിറ്റി റിസപ്ഷൻ വ്ളോഗ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.